തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയിൽ നിന്നും വിവാഹമോചനം വേണ്ടെന്ന് ഭാര്യ സംഗീത സ്വർണലിംഗം. ചെങ്കൽപ്പേട്ട് കുടുംബക്കോടതിയിൽ വീഡിയോ കോൺഫറൻസ് വഴി നിലപാടറിയിച്ച് സംഗീത അമ്മ ശോഭയുടെ ഇടപെടലോടെ വിജയ് സംഗീത കേസ് ഒത്തുതീർപ്പിലേക്കെന്ന് സൂചന. തമിഴ്നാട് രാഷ്ട്രീയത്തിലും സിനിമാ ലോകത്തും ഒരുപോലെ കൊടുങ്കാറ്റ് വീശിയടിച്ച തമിഴക വെട്രിക്കഴകം നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ ജോസഫ് വിജയുടെയും ഭാര്യ സംഗീത സ്വർണലിംഗത്തിന്റെയും വിവാഹമോചന കേസിൽ ഞെട്ടിക്കുന്ന തിരിവുകൾ. മാസങ്ങളായി രാജ്യമെമ്പാടുമുള്ള മാധ്യമങ്ങളും സിനിമാ ലോകവും ഉറ്റുനോക്കിയിരുന്ന ഹൈ പ്രൊഫൈൽ വിവാഹമോചന കേസിനാണ് അപ്രതീക്ഷിത ശുഭപരിസമാപ്തിയായിരിക്കുന്നത്. മുഖ്യമന്ത്രി വിജയിൽ നിന്നും തനിക്കിനി വിവാഹമോചനം വേണ്ടെന്ന് ഭാര്യ സംഗീത ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചു. സുരക്ഷാ ഭീഷണികളും മാധ്യമ ശ്രദ്ധയും കണക്കിലെടുത്ത് വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതിയിൽ ഹാജരായാണ് സംഗീത തന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കിയത്. വിജയുടെ രാഷ്ട്രീയ വിജയത്തിന് പിന്നാലെ അമ്മ ശോഭ ചന്ദ്രശേഖർ നടത്തിയ ശക്തമായ കുടുംബപരമായ ഇടപെടലുകളാണ് ആ വിവാഹ ബന്ധത്തെ വേർപിരിയലിന്റെ വക്കിൽ നിന്നും തിരികെ എത്തിച്ചത് എന്നാണ് തമിഴകത്തു നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ജൂലൈയിൽ കേസ് കോടതിയിൽ പരിഗണിച്ചപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി ഇരുവർക്കും വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാൻ കോടതി അനുമതി നൽകിയിരുന്നു. വിജയ്ക്ക് തമിഴകത്തെ പ്രമുഖ നടിയുമായി രഹസ്യബന്ധമുണ്ടെന്നടക്കം അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഫെബ്രുവരിയിൽ സംഗീത ചെങ്കൽപ്പേട്ട് കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി നൽകിയത്. എന്നാൽ പിന്നീട് വിജയുടെ കുടുംബം നേരിട്ടിടപെട്ട് പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ നിരന്തരം ശ്രമിച്ചു. സംഗീത നൽകിയ വിവാഹമോചന നോട്ടീസ് കോടതിക്ക് പുറത്തുവെച്ച് ഒത്തുതീർപ്പിലെത്തിക്കാൻ വിജയുടെ കുടുംബം കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി ഭാര്യ സംഗീതയ്ക്കും മക്കൾക്കുമായി 240 കോടി രൂപ ജീവനാംശം നൽകാൻ വിജയ് തയ്യാറാണെന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. 2021 മുതൽ പ്രമുഖ നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്നായിരുന്നു സംഗീത നൽകിയ ഹർജിയിലെ പ്രധാന ആരോപണം. താൻ പലതവണ വിലക്കിയിട്ടും ഈ ബന്ധം തുടർന്നുവെന്നും വിജയ് വാഗ്ദാനങ്ങൾ ലംഘിച്ചെന്നും സംഗീത ആരോപിച്ചിരുന്നു. ഭർത്താവിന്റെ ഈ നിലപാട് കാരണം താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായെന്നും 5 വർഷത്തിലേറെയായി തങ്ങൾ വേർപിരിഞ്ഞാണ് ജീവിക്കുന്നതെന്നും അവർ കോടതിയിൽ തുറന്നടിച്ചു. വിജയ് നടിക്കൊപ്പം അടിക്കടി വിദേശയാത്രകൾ നടത്താറുണ്ടെന്നും ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് തനിക്കും മക്കൾക്കും വലിയ അപമാനമുണ്ടാക്കിയെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. 1999 വിവാഹിതരായ വിജയ് സംഗീത ദമ്പതികൾക്ക് 2 മക്കളാണുള്ളത്. എന്നാൽ ഇന്നലെ കേസ് പരിഗണിച്ചപ്പോൾ വിജയ് നേരിട്ട് കോടതിയിൽ ഹാജരായില്ല. തമിഴ്നാട് നിയമസഭ നിലവിൽ സമ്മേളിക്കുന്നതിനാൽ അദ്ദേഹം സഭാ നടപടികളിൽ പങ്കെടുക്കുകയായിരുന്നു. വെള്ളിയാഴ്ചകൾ പതിവായി ധരിക്കുന്ന പാരമ്പര്യ തമിഴ് ശൈലിയിലുള്ള മുണ്ടും ഷർട്ടും ധരിച്ചാണ് വിജയ് സഭയിലെത്തിയത്. അസമയം വിജയുടെ അമ്മ ശോഭ നടത്തിയ സമർത്ഥമായ നീക്കങ്ങളാണ് വിജയുടെ കുടുംബജീവിതത്തെ തകർച്ചയിൽ നിന്നും രക്ഷിച്ചതെന്നാണ് വിവരം. രാഷ്ട്രീയത്തിൽ മുന്നേറുന്ന വിജയ്ക്ക് ഈ ഘട്ടത്തിലൊരു വിവാഹമോചനം വലിയ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയ അമ്മ മരുമകൾ സംഗീതയുമായി സംസാരിച്ചു കാര്യങ്ങൾ ഒത്തുതീർപ്പിലെത്തിക്കുകയായിരുന്നു.